ഹലോ. അപ്പോൾ വൈകുന്നേരത്തെ സമയമാണ്. ഇപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞതിൻ്റെ മുഖത്ത് ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരം ഞങ്ങൾ 4 മണി 4:30 ആകുമ്പോഴാണ് കേട്ടോ പശുവിനെ കറക്കണത്. മിക്കവാറും ഞങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്യണത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് ആളെ വിളിക്കാറ് കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ പശുക്കൾ കറവയ്ക്ക് വന്നേക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറമ്പിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടോ. അപ്പോൾ ഈ ഫ്രണ്ടിലെ പുല്ല് കണ്ടിട്ട് അവൾ ഇവിടെ നിന്ന് മാറാതെ നിൽക്കുക. അതുകൊണ്ട് ഞങ്ങളിത് അവിടെ തന്നെ കെട്ടിയിട്ട് കുറച്ച് നേരം കഴിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ കെട്ടിയിട്ടേക്കുന്നതാണ്. നമ്മുടെ നന്ദിനിയാണ്, ഗീറാണ് കേട്ടോ. എന്തായി വാവ ഭയങ്കര പണിയിലാണ് കേട്ടോ. വാവ വിഷുവിൻ്റെ ഒരുക്കത്തിലാണ്. വിഷുവിന് വേണ്ടിയിട്ട് നമ്മുടെ പൂജാമുറിയൊക്കെ ക്ലീൻ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ശങ്കരി അകത്തുനിന്ന് പുറത്തോട്ട് വരാനുള്ള ശ്രമത്തിൽ ആ ഗേറ്റ് അടച്ചു കേട്ടോ വാവ. അപ്പോൾ കറവയ്ക്ക് പോവാണ്. ശങ്കരി പോവാണ്. അവളുടെ പേരാണ് ശങ്കരി. അവിടെ പേരെയൊക്കെ അടിച്ചു വരുന്നുണ്ട് കേട്ടോ. ഭഗവാന്റെ തുണിയൊക്കെ മടക്കി വെക്കാണ്. ഇവിടെയൊക്കെ തുണിയൊക്കെ സ്റ്റാൻഡിലൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അകത്തോട്ട് വയ്ക്കണം. പിന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എപ്പോഴും ഇവരൊക്കെ പണിയെടുത്ത് ഭയങ്കര സഹായമൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇതൊക്കെ തോന്നുമ്പോൾ ചെയ്യുന്ന പാർട്ടികളാണ്. ഇന്നെന്താണാവോ പറഞ്ഞപ്പോൾ തന്നെ ചെയ്യാനായിട്ട് ചേച്ചി അനിയത്തിയും കൂടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തൊഴുത്തിലോട്ട് പോകണം. ഈ ഇടനാഴിയിലൂടെ കേട്ടോ നമ്മുടെ പശുക്കൾ തൊഴുത്തിലോട്ട് പോണത്. നമ്മൾ കണ്ണമ്മോൻ കർഷക അവാർഡ് വാങ്ങിച്ച കണ്ണമ്മോൻ. നമ്മുടെ പശുക്കൾ ഇങ്ങനെ നിൽക്കണുണ്ടോ. ഇതാണ് നമ്മുടെ തൊഴുത്ത്. നല്ല ക്ലീനായിട്ട് കിടക്കുന്ന തൊഴുത്താട്ടോ നമ്മുടെ. ഇത് നമ്മുടെ പശുക്കളുടെ ചാണാക്കുഴി കേട്ടോ. ചാണകം കഴിഞ്ഞ ദിവസം വണ്ടി വന്ന് കൊണ്ടുപോയി. ഈ തൊഴുത്തിൽ നിന്ന് ഒഴുകണ വെള്ളം ഈ ചേമ്പറിലോട്ടാണ് കേട്ടോ തന്നെ. ഇവിടെ നിന്ന് ഒഴുകിയിട്ട് വെള്ളം മാത്രമാണ് കേട്ടോ ടാങ്കിലോട്ട് പോകുള്ളൂ. ഇവിടെയുള്ള നമ്മുടെ വൈക്കോല് അങ്ങനെയുള്ള ചെറിയ പീസുകളൊക്കെ അവിടെ താഴെ കിടക്കും. അത് നമുക്ക് കോരിക്കളഞ്ഞാൽ മതി. അപ്പോൾ അതുകൊണ്ട് നല്ലതായിരിക്കും കേട്ടോ. നല്ല അടിപൊളി സെറ്റപ്പായിട്ടുള്ള ഒരു ഈ പ്രാവശ്യം നല്ല സെറ്റപ്പായിട്ടുള്ള ഡ്രൈനേജൊക്കെ ഉണ്ടോ ഞങ്ങൾ സെറ്റ് ചെയ്തേക്കണേ. ഇവിടെ ഇങ്ങനെ ഷീറ്റ് ഇട്ടേക്കണത് അവിടെ നിന്ന് കാറ്റടി വീണിട്ട് ഇവിടെ നിന്ന് നനയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. ഇനി അവിടെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ പണിക്കാർ തിരക്കായതുകൊണ്ടാണ്. അപ്പോൾ അവർ വരും അടുത്ത ദിവസം. കൃഷ്ണന് തുടച്ച് മടിയിൽ കിടത്തി തുടയ്ക്കുക കേട്ടോ കുഞ്ഞിപ്പെണ്ണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിഷുവിൻ്റെ ഒരുക്കങ്ങൾ. അപ്പോൾ നമ്മുടെ പൂജാമുറിയൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ്. ചേച്ചി അനിയത്തിയും കൂടി ക്ലീൻ ചെയ്യുക കേട്ടോ. ഇന്നിപ്പോൾ കൃഷ്ണനെ സാധാരണ ചേച്ചിയാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യാറ്. ഇന്നിപ്പോൾ അനിയത്തി ഏറ്റെടുത്തേക്കാണ് ക്ലീനിങ്. ഞാൻ പഠിപ്പിച്ചു കൊടുത്തു എൻ്റെ പൊന്നാ. നമ്മുടെ വേറെ എൻ്റെ ഒരുക്കങ്ങൾ നമ്മുടെ ഓട്ടുപാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ കഴുകി വെച്ചു കേട്ടോ. കഴിഞ്ഞ തവണ ഞാൻ ഒത്തിരി ലേറ്റായി പോയി ഇതൊക്കെ ചെയ്യാൻ. അതുകൊണ്ട് ഒത്തിരി ഭാരമായി പണികളൊക്കെ. പിന്നെ ഫ്രൂട്ട്സും അത്യാവശ്യമൊക്കെ വാങ്ങിച്ചു വെച്ചു. കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് രാത്രിക്കാണ് പോയി വാങ്ങിച്ചത്. എല്ലാം തിരുവാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരുക്കങ്ങൾ. ഇപ്പോൾ സമയം 9:50. 2 പെൺകുട്ടികളുണ്ട് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. രാത്രി കഴിക്കൽ കുറവാണ്. മിക്കവാറും കഴിക്കില്ല. നല്ല ഇറച്ചിക്കറികളൊക്കെ ഉണ്ട്. ഈ ഇടയാണ് നല്ല ഭംഗിയായിട്ട് കഴിക്കും. ആരും പറയണ്ട കേട്ടോ. മൂത്താൾക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ല തോന്നണം. പച്ചക്കറികൾ സദ്യയൊക്കെ ആണെങ്കിൽ ഭയങ്കര കാര്യമായിരിക്കും. അപ്പോൾ പരിപ്പൂര് കുറച്ചുണ്ടായാലും ചീത്തയുടെ മണവലുണ്ടാ. അതിന് ചൂടാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഓക്കെ ചെയ്തോ. തീറ്റിക്കാൻ പോകണാണ്. ഒരു ക്ഷീണിച്ച് കുരങ്ങ് പോലെ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് എൻ്റെ പണി. ഇപ്പോഴും വാരി കൊടുത്ത് വളർത്തുന്ന പിള്ളേര്. എന്തിനു വേണോ കഴിച്ചാ? ചോറിന് മഞ്ഞക്കറി ചക്കക്കുരു തക്കാളി വാങ്ങി കഴിക്കണ്ടേ? എപ്പോഴാണ് നമ്മൾ കഴിക്കുന്നത്? ഉറക്കത്തിൽ ഇത് വാരി കഴിക്കുന്നത് കേട്ടോ. വാരി കൊടുക്കണം കേട്ടോ. കാണുന്നത് എന്തൊരവസ്ഥ തന്നെ. ഇതുപോലെ വാരി കൊടുക്കുന്ന ഫാമിലി ഉണ്ടാവും. ഉണ്ടാവുമല്ലേ കണ്ടപ്പോൾ
എൻ്റെ അച്ഛനൊക്കെ ഇതുപോലെ എനിക്ക് വയറ്റ് നിൽക്കുന്നുണ്ട് ആ ചെറുപ്പത്തിലേക്ക്. ഉറക്കത്തിൽ വായ വിളിച്ച് കണ്ണടച്ചടിച്ചിട്ട് വായ വിളിച്ച് തിന്നുമായിരുന്നു. ഇന്ന് ശനിയാഴ്ച കൊണ്ട് പച്ചക്കറിയാണ് ഞങ്ങൾക്ക്. അവിടെ എല്ലാവരും ഇന്ന് ഭയങ്കര മോശമായിട്ടുള്ള ഫുഡിങ് ആയിരുന്നു അല്ലേ. പിന്നെ നാളെ കഴിഞ്ഞ് പച്ചക്കറി അല്ലല്ലോ, നാളെ കഴിഞ്ഞ് ഫുൾ നോണാണ്. ഞങ്ങള് നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ പക്ഷേ പച്ചക്കറിയാണ്. അത് ഞങ്ങള് കോൺവർപ്പള്ളിയിലൊക്കെ അവിടെ നോണാണ് കേട്ടോ വിഷുവിന്. എല്ലാവരും അമ്മ അതിനോട് കളേ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് മാവേ 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 എഴുന്നേറ്റ് 2 മണി കഴിച്ച് എഴുന്നേക്ക് എഴുന്നേറ്റ് എഴുന്നേക്ക് 2 മണി കഴിക്കും. വേണം വേണം 2 മണി ഇതേ ക്ഷീണിച്ച് കൊരങ്ങിന്റെ പോലെ ആയി പോവാ. എഴുന്നേക്ക് മാവേ 1 മണി വാരിക്കെടുത്ത് കഴിഞ്ഞാ എന്തോ കഴിച്ചൊന്നും കൂടി അറിയില്ല. അവള് മാഗെല്ലാം കഴിച്ചിട്ടുണ്ട്. കഴിക്കണെടുത്ത് എനിക്ക് ഇഷ്ടമല്ല. വിശക്കല്ലെങ്കിൽ ഭയങ്കര വിശപ്പാണല്ലോ. ഇനിയും പറ്റുന്ന അച്ചാറാണ്. സൂപ്പർ അച്ചാറാണ്. അച്ചാർ കൂട്ടി മാത്രം ചോദിക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ ചെറിയ ചെറിയ വീട്ടിലെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നാളെ കാണാം. ഓക്കെ, ബൈ ബൈ.